പ്രഷർ പമ്പ് കിട്ടിയതിൻ്റെ അഹങ്കാരം കേട്ടോ. രാവിലെ തുടങ്ങിയ പണിയാണ്. എന്തായി 12 മണി വരെ ഈ ഒരു നിപ്പും ഈ ഒരു കഴുകലുമായിരുന്നു കേട്ടോ. അവസാനം കുനിയാനോ നൂരാനോ ഒന്നും വയ്യ കേട്ടോ. നടുവിനൊക്കെ ഒരു വിധത്തിൽ പണി കിട്ടിയെന്ന് വേണമെങ്കിൽ പറയാം. സത്യം കേട്ടോ, ഭയങ്കരമായിട്ട് ഞാനങ്ങ് ടയേർഡായിപ്പോയി. ഒറ്റ നിപ്പിൽ നിന്ന് വെള്ളം പോലും കുടിക്കാണ്ട് നിന്ന് ഇത് ഇത്രയും ക്ലീൻ ചെയ്തു. പക്ഷെ അത്രയും കഷ്ടപ്പെട്ടെങ്കിൽ എന്താ, നല്ല നീറ്റായിട്ടോ നമ്മുടെ ഫ്ലോറെല്ലാം അത്രയ്ക്ക് വൃത്തികേടായിട്ട് കിടക്കുമായിരുന്നു. എന്തായാലും കുറച്ച് നേരം കഷ്ടപ്പെട്ടതിൻ്റെ ഫലം നല്ല രീതിയിൽ തന്നെ കാണാൻ പറ്റി കേട്ടോ. നല്ല പോലെ ക്ലീൻ ആയിട്ടുണ്ട്. അത് കഴിഞ്ഞ് അങ്ങനെ ഇരുന്നപ്പോഴേക്കും എനിക്ക് മെഹക് ബേക്സ് ആൻഡ് കേക്ക്സ് എന്ന് പറഞ്ഞിട്ടുള്ള പേജിൽ നിന്ന് കുറച്ച് ബ്രൗണീസ് വന്നിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് അതൊന്ന് ടേസ്റ്റ് ചെയ്തപ്പോൾ എല്ലാം അടിപൊളി. 4 ഫ്ലേവറിലുള്ള ബ്രൗണീസ് ആയിരുന്നു. ഓരോന്നും ഒന്നിനൊന്ന് മെച്ച്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. കുറച്ചൊന്ന് ടേസ്റ്റ് ചെയ്തിട്ട് ബാക്കി ഞാൻ വേദയ്ക്ക് വെച്ചിരിക്കുകയാണ്. വേദ വന്നിട്ടേ ഇത് കഴിക്കാവൂ എന്ന് പറഞ്ഞതായിരുന്നു. പക്ഷെ എനിക്ക് അതിനുള്ള ക്ഷമയില്ലാത്തത് കൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് ബാക്കി കുറച്ച് വേദയ്ക്കും വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് വേദ വന്നപാടെ ബ്രൗണീസും അന്വേഷിച്ച് നടന്നു. എടുത്ത് വേദയുടെ കയ്യിൽ കൊടുത്തു. വേദ കഴിച്ചപ്പോൾ വീണ്ടും അതിൽ നിന്ന് കൈയിട്ട് വാരി കേട്ടോ. നമ്മുടെ സ്ഥിരം ശീലമാണല്ലോ കൈയിട്ട് വാരലെന്ന് പറയുന്നത്. അത് എന്ത് സാധനം വാങ്ങിയാലും വേദയുടെ പാത്രത്തിൽ നിന്ന് കൈയിട്ട് വാരി കഴിക്കുമ്പോൾ ഒരു സുഖം അതൊന്ന് വേറെ തന്നെയാണ് കേട്ടോ. ഇല്ല, അവൾ തരും, വേണമെന്ന് ചോദിക്കും. അപ്പോൾ വേണ്ടാന്ന് പറയുകയാണെങ്കിൽ അവൾക്ക് സന്തോഷം. പക്ഷേ ഞാൻ എപ്പോഴും വേണമെന്നാണ് പറയാറ്. അങ്ങനെ കൈയിട്ട് വാരിയ ശേഷം വേദയെ കൊണ്ടുവന്ന് ട്യൂഷനാക്കിയിട്ട് നമ്മുടെ സരസ്വതി വിദ്യാലയത്തിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള സിംബ കഫേ എന്ന് പറഞ്ഞിട്ടുള്ള അവിടെ കയറിയിട്ട് ഒരു മസാല ടീയും ഏട്ടനൊരു കട്ടൻ ചായയൊക്കെ കുടിച്ചിട്ട് ഒരു കുഞ്ഞു ഷോപ്പിങ്ങിനായിട്ട് പോയട്ടോ. കുറച്ച് അത്യാവശ്യമല്ല അനാവശ്യമായിട്ട് വേണ്ട കുറച്ച് സാധനങ്ങൾ വാങ്ങാനായിട്ട്. ആദ്യം നമ്മൾ നേരെ പോയത് ജിജിയിലാണ്. ജിജി ചെന്ന് അവിടുത്തെ വീറ്റ് ബ്രെഡും നമ്മുടെ ബർഗർ ബണ്ണും എടുത്തു. അത്രമാത്രം ജിജിന്ന് വാങ്ങിയുള്ളൂ കേട്ടോ. അവിടെ നിന്ന് നേരെ മോറിൽ പോയിട്ട് ബർഗറും സാൻഡ്വിച്ചും ഒക്കെ ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങളെല്ലാം വാങ്ങി കേട്ടോ. ക്യാപ്സിക്കം, ലെറ്റ്യൂസ്, ചീസ്, അങ്ങനെയൊക്കെയുള്ള കുറച്ച് ബർഗർ പാറ്റി, അങ്ങനെയൊക്കെയുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങാനാണ് മോറിൽ പോയത്. അവിടെ ചെന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങിയപ്പോഴേക്കും പകുതി സാധനങ്ങൾ അവിടെ ഇല്ല കേട്ടോ. അപ്പോൾ പിന്നെ കരുതി ഇത് നേരെ കുന്നിലേക്ക് വിടാമെന്ന് കേട്ടോ. അങ്ങനെ നേരെ കുന്നിലേക്ക് പോയി. ഇവിടെ ഇല്ലാതിരുന്ന സാധനം ബർഗർ പാറ്റി ആയിരുന്നു. കുന്നിൽ പോയപ്പോഴാണ് ഓർമ്മിച്ചത്, അയ്യോ ഇതിന് വേണ്ടിയിട്ടുള്ള സ്പ്രെഡുകളൊന്നും വാങ്ങിയില്ലല്ലോ, മയണൈസും അങ്ങനെയുള്ളതൊന്നും വാങ്ങിയില്ലല്ലോ. ഏതൊക്കെയോ കുറച്ച് വീട്ടിലിരിപ്പുണ്ട്, എങ്കിലും വീട്ടിലുണ്ട് എന്ന് പറഞ്ഞ് പോയാൽ അവിടെ സാധനം ഉണ്ടാകത്തില്ല കേട്ടോ. അതുകൊണ്ട് നേരെ കുന്നിൽ പോയിട്ട് ബർഗർ പാറ്റിയും വാങ്ങി, അതിന് വേണ്ട മയണൈസും കാര്യങ്ങളൊക്കെ വാങ്ങി. പിന്നെ എന്തൊക്കെയോ കുറച്ച് സാധനങ്ങളൂടെ വാങ്ങി കേട്ടോ. കാണുന്നതെല്ലാം വാങ്ങാനായിട്ട് തോന്നും, അങ്ങനെ വാങ്ങി. ബ്രൊക്കോളിയോ എന്തൊക്കെയോ വാങ്ങി, നാളെ ബ്രൊക്കോളി സൂപ്പൊക്കെ ഉണ്ടാക്കാമെന്ന് കരുതി. അങ്ങനെ ഇതെല്ലാം വാങ്ങി നേരെ വീട്ടിൽ പോയപ്പോഴേക്കും അവിടെ മിനി ആൻറ്റിയും കണ്ണനും കൂടി വിളക്കിൽ വെക്കാൻ പൂവൊക്കെ പറിക്കാനായിട്ട് അങ്ങനെ വന്നപ്പോഴേക്കും ഞാനിങ്ങനെ കണ്ടുപിടിച്ചിട്ട് അവരോട് കുറച്ച് കാര്യമൊക്കെ പറഞ്ഞ് അങ്ങനെ നിൽക്കുക കേട്ടോ. കുറേ നേരം കാര്യമെല്ലാം പറഞ്ഞിട്ട് അവരവരുടെ വീട്ടിൽ പോയി, ഞാൻ എൻ്റെ വീട്ടിൽ.